പന്നി പന്നി എന്ന് ഇനി വിളിച്ച് ആക്ഷേപിക്കരുത്. പന്നിയെ എൻ്റെ കരളെ എന്നൊക്കെ വിളിക്കണം. എൻ്റെ ചങ്കയെന്ന് നേരത്തെ വിളിച്ചിട്ടുണ്ട്. കേൾക്കുമ്പോൾ ഈ പന്നി ഹറാമായിട്ടുള്ള ആളുകൾ എന്തു പറയുമെന്ന് എനിക്കറിയില്ല. പക്ഷേ നിങ്ങളുടെ കരളടിച്ചു പോയാൽ ഇനി പന്നി വേണം, അല്ലേ? പന്നിയുടെ കരൾ മനുഷ്യൻ്റെ കരളിന് തുല്യമാണ്. വേണമെങ്കിൽ റീപ്ലേസ് ചെയ്യാം. ചൈന ലോകത്താദ്യമായിട്ട് പന്നിയുടെ കരൾ മനുഷ്യനിൽ ട്രാൻസ്പ്ലാന്റ് ചെയ്തു. എന്നിട്ട് ഈ മനുഷ്യൻ 171 ദിവസം ജീവിച്ചു. 31 ദിവസം ഏതാണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലാതെ, റിജക്ഷനൊന്നും ഇല്ലാതെ തന്നെ കരളിൻ്റെ ജോലിയൊക്കെ നിർവഹിച്ച് തന്നെ ഇയാൾ 30 ദിവസത്തോളം ജീവിച്ചു. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ സാധാരണഗതിയിൽ ഈ കരൾ കിട്ടാനായിട്ട് കുറച്ച് താമസം എടുക്കുമല്ലോ. അപ്പോൾ ആളുകളുടെ തൽക്കാലത്തേക്കെങ്കിലും സ്റ്റാൻഡ് ബൈ കുറച്ച് ദിവസത്തേക്ക് പന്നിയുടെ കരളുമായിട്ട് ജീവിച്ച് മറ്റേത് കരൾ കിട്ടുമ്പോൾ ഒറിജിനൽ വരുമ്പോൾ അങ്ങനെ ഒരു സാധ്യത ഇതുകൊണ്ട് ഉണ്ടായതായിട്ട് ജേർണൽ ഓഫ് ഹെപ്പറ്റോളജി പ്രസിദ്ധീകരിച്ച ഇത് വെളിപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ അവിടുത്തെ മുസ്ലിങ്ങൾ ബഹളം ഉണ്ടാക്കുമല്ലേ? അത് മറ്റേ ഉയ്ഗർ മുസ്ലിങ്ങളൊക്കെ നിരപ്പാക്കിയല്ലോ. മോസ്കുകൾ ഇടിച്ച് നിരത്തിയതൊക്കെ ഉപഗ്രഹ ചിത്രങ്ങളിലൊക്കെ കാണാമല്ലോ. അത് ആ പ്രദേശം അഫ്ഗാനിസ്ഥാനോടൊക്കെ ചേർന്ന് കിടക്കുന്ന മേഖലയാണ്. വലിയ താല്പര്യമില്ല അവർക്ക്. അവിടുത്തെ മുസ്ലിങ്ങളെയൊക്കെ പിടിച്ചിട്ട് ലേബർ ക്യാമ്പിലേക്ക് അയച്ച്, പഴയ ഓഷ്വിറ്റ്സിലെ കോൺസെൻട്രേഷൻ ക്യാമ്പൊക്കെ ഇല്ലേ, അതുപോലെ വിട്ടുകൊണ്ടിരിക്കുകയാണ്. ചില കവികളെ പറ്റി കവിയും ജയിലിലാക്കി എന്നൊക്കെ പറഞ്ഞ ഇടയ്ക്ക് ജയിലിൽ കവിത എഴുതാൻ ബെസ്റ്റ് സ്ഥലമാണ് കവികൾക്ക്. ഏകാന്തതല്ലോ. കൊതുക് കടിക്കുന്നില്ലെങ്കിൽ സുഖമായിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ ബാലേന്ദ്രൻ ചുള്ളിക്കാട് കേൾക്കണ്ട, ഞാൻ ഓർത്തു. അപ്പോൾ ഇത് 2024 മെയ് 17 ഈ പന്നിയുടെ മാറ്റിവെച്ചത്. ജീൻ എഡിറ്റിംഗ് നടത്തി പന്നിയിൽ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൽ നിന്ന് ആ കരളിൽ നിന്ന് പന്നിയുടെ 3 ജീനുകൾ നീക്കി, എന്നിട്ട് 7 മനുഷ്യ ജീനുകൾ കൂട്ടിച്ചേർത്തു. ജീൻ എഡിറ്റിംഗ് ഇങ്ങനെ ഇത് കമ്പാറ്റിബിൾ ആകാൻ, ചേർന്ന് പോകാൻ വേണ്ടി. റിജക്ഷൻ, ശരീരം പുറന്തള്ളാൻ പാടില്ല. അന്യവസ്തുക്കളെ ശരീരം പുറന്തള്ളുമല്ലോ. അതെ, അതിനു വേണ്ടി അതിൽ ജീൻ എഡിറ്റിംഗ് നടന്നു. ഇത് ചെയ്തത് ഈ അൻഹൂയി മെഡിക്കൽ യൂണിവേഴ്സിറ്റിയോട് ചേർന്നുള്ള ആശുപത്രിയിലാണ് ഈ ശസ്ത്രക്രിയ നടന്നത്. അൻഹൂയി മെഡിക്കൽ യൂണിവേഴ്സിറ്റി. ഇതിന് സിനോ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയും. അതായത് ഒരു മനുഷ്യനിൽ നിന്ന് ഹൃദയം, മുമ്പ് ക്രിസ്ത്യൻ ബെർണാഡ് ഒരു ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ആദ്യം നടത്തിയില്ലേ, അത് മനുഷ്യനിൽ നിന്നാണല്ലോ. പക്ഷെ വേറൊരു ജീവിയിൽ നിന്ന് മനുഷ്യനിലേക്ക് അവയവം മാറ്റിവെക്കുന്നതിനാണ് സീനോ ട്രാൻസ്പ്ലാന്റേഷൻ, XENO, സീനോ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്നത്. വേറൊരു ജീവിയിൽ നിന്ന് വേറൊരു ജീവിയിലേക്ക്. അപ്പോൾ ഇത് അയാളുടെ കരള് മൊത്തത്തിലെടുത്ത് കളഞ്ഞില്ല. ഇത് ഒരു സഹായ അവയവമായിട്ട് നിർത്തുകയാണ് ചെയ്തത്. ഈ പന്നിയുടെ കരള് ഓക്സിലിയറി ഓർഗൻ, ഓക്സിലിയറി മെത്രാൻ എന്ന് പറയില്ലേ, സഹായ മെത്രാൻ എന്ന് പറയുന്ന പോലെ ഒരു സഹായ അവയവം ആയിട്ടാണ് ഇത് നിൽക്കുന്നത്. അപ്പോൾ രോഗിയുടെ തന്നെ കരളിനെ സഹായിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള ജോലിയാണ് ഇത് ചെയ്തുകൊണ്ടിരുന്നത്. കരളിൻ്റെ ഈ രോഗിയുടെ ഇത് ട്രാൻസ്പ്ലാന്റ് നടത്തിയ രോഗിയുണ്ടല്ലോ, അയാൾക്ക് 71 വയസ്സുണ്ടായിരുന്നു. അയാളുടെ കരളിൻ്റെ വലത്തെ അറയിൽ ട്യൂമർ ബാധിച്ചിരുന്നു. അതുകൊണ്ട് അതിൻ്റെ ബാക്കി ഭാഗത്തിന് കരളിൻ്റെ പ്രവർത്തിക്കാൻ പറ്റിയില്ല. റൈറ്റ് ലോബ്, വലത്തെ അറ, അതിനെയാണ് ബാധിച്ചത്. അപ്പോൾ മൊത്തത്തിൽ കരളിന് പ്രവർത്തിക്കാൻ പറ്റിയില്ല. ഓപ്പറേഷൻ കഴിഞ്ഞ് 31 ദിവസം ഒരു കുഴപ്പമില്ല, നോർമലായിട്ട് എന്ന് പറഞ്ഞാൽ പന്നിയുടെ കരള് ശരിക്കും മനുഷ്യന്റെ പ്രവർത്തിച്ചു. ബൈലില്ലേ, പിത്തരസം എന്നല്ലേ പറയുന്നത്, ബൈല് ഇത് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നു കരള് സാധാരണ പോലെ. അതുപോലെ നിരസിച്ചില്ല, ഇതിനെ റിജക്റ്റ് ചെയ്തില്ല അത്രയും ദിവസം. 38ാമത്തെ ദിവസം തുടങ്ങിയാണ് പ്രശ്നം ഉണ്ടായത്.
പന്നിക്കരളിൻ്റെ ഈ ചെറിയ രക്താണുക്കളിൽ കട്ട പിടിക്കാൻ തുടങ്ങി, രക്തം ക്ലോട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. അപ്പോൾ ഡോക്ടർമാർ അത് നീക്കി. വയറിലും കുടലിലും ഒക്കെ രക്തസ്രാവം പിന്നെ കണ്ടു. അതങ്ങനെ തുടർന്ന് 171-ാമത്തെ ദിവസം അയാൾ മരിച്ചുപോയി. അപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 31 ദിവസത്തേക്ക് ആണ് അയാൾ ഈ കരളുമായിട്ട് ജീവിച്ചത് എന്ന് നമുക്ക് കരുതാം. അപ്പോൾ ജനറ്റിക്കലി എൻജിനീയർഡ് ഈ പന്നിക്കരൾ മനുഷ്യ ശരീരത്തിൽ പ്രവർത്തിക്കും എന്ന് തെളിഞ്ഞു. അതാണ് ഇതുകൊണ്ട് സംഭവിച്ചിരിക്കുന്നത്. ഇനി കരൾ ദാതാവായ പന്നിയുണ്ടല്ലോ, അതിൻ്റെ കാര്യം കൂടി നമ്മൾ നോക്കണ്ടേ. ആ കരൾ ദാനം ചെയ്ത പന്നി 10 ജീൻ മോഡിഫിക്കേഷൻ അതിൻ്റെ അകത്ത് യുന്നാൻ എന്ന് പറഞ്ഞ സ്ഥലത്തെ, യുന്നാൻ പ്രവിശ്യ, അവിടുത്തെ കാർഷിക സർവകലാശാലയിൽ ആണ് അതിൻ്റെ 10 ജീൻ പരിഷ്കരണം നടന്നത്. അപ്പോൾ ആൻറ്റിബോഡി റിജക്ഷനൊക്കെ കാരണമാകാവുന്ന 4 ജീനുകൾ നീക്കി 7 മനുഷ്യ ജീനുകൾ കൂട്ടിച്ചേർക്കുന്നതുമൊക്കെ ആ യുന്നാനിലെ കാർഷിക യൂണിവേഴ്സിറ്റിയിൽ ഈ പന്നിയിൽ, കരൾ ദാതാവായ പന്നിയിൽ ചെയ്തു. അപ്പോൾ ഈ നടന്ന ആ മെഡിക്കൽ യൂണിവേഴ്സിറ്റിയുടെ പ്രസിഡൻറ്റ് ബെയ്ചെങ് സൺ എന്ന് പറയുന്ന ആൾ പറഞ്ഞു, ഇത് വലിയ വിജയമായിരുന്നു, ഞങ്ങളിത് ചെയ്തെടുത്തോളം മനുഷ്യ കരൾ കാത്തിരിക്കുന്നവർക്ക് ഇടക്കാലത്തേക്ക് പന്നിക്കരൾ സ്വീകരിക്കാം എന്ന് ഞങ്ങൾ തെളിയിച്ചു. അപ്പോൾ ഇതൊരു വലിയ ബ്രേക്ക് ത്രൂ. ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത് ടിയാൻജിനിൽ SCO ഉച്ചകോടി നടക്കുന്നു. SCO ഉച്ചകോടി നടക്കുമ്പോൾ പുടിൻ, ഷീ, നമ്മുടെ കൊറിയൻ കിം, ഇവർ 3 പേരുടെ നടന്നു പോകുമ്പോൾ അവർ തമ്മിൽ സംസാരം അറിയാതെ മൈക്ക് പിടിച്ചു. മരണമില്ലാതെ എങ്ങനെ കൂടുതൽ കാലം ജീവിക്കാം, ജനറ്റിക്കൽ എൻജിനീയറിങ് അതിന് സഹായിക്കുന്ന തരത്തിൽ വളർന്നിട്ടുണ്ട് എന്ന് ഷീ പറയുന്നത് മൈക്കിലൂടെ പുറത്ത് കിട്ടും. 150 കൊല്ലം വരെ ജീവിക്കാം എന്ന് അയാൾ പറയുന്നുണ്ട്. അപ്പോൾ ഒരു പക്ഷേ ഇതിനെക്കുറിച്ചൊക്കെ ആയിരിക്കാം അവർ സംസാരിച്ചത്, അറിയാതെ മൈക്കിലൂടെ അന്ന് കയറി വന്നത്. ഇതെന്താന്ന് വെച്ചാൽ ചൈനയിൽ ഇത് നമ്മൾ സാധാരണ ഈ ജനാധിപത്യ രാജ്യങ്ങളിൽ ഇത് എത്തിക്കലാണോ എന്നുള്ളൊരു ചർച്ച വരും. ഇത് എത്തിക്കലാണോ എന്നുള്ള ചർച്ച വന്നു കഴിഞ്ഞാൽ തന്നെ മാർക്സിസ്റ്റുകൾ സമ്മതിക്കില്ല. കാരണം ഇസ്ലാമിന് പന്നി ഹറാമാണ്, അതാണ്, അതുകൊണ്ട് ഇത് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഈ പ്രോഗ്രസീവായ ശാസ്ത്രജ്ഞന്മാരും ഒക്കെ കാണില്ലേ, അവർ സംയുക്ത പ്രസ്താവനയൊക്കെ ഇറക്കും. ചൈനയിൽ ഇതൊന്നുമില്ലല്ലോ. അവർ ഒരുപാട് ഈ കുരങ്ങിൻ്റെ ബ്രെയിനൊക്കെ വെച്ചിട്ട് ഇത് മാറ്റിവെക്കുന്ന പരിപാടികൾ, പല കുരങ്ങിൻ്റെ ബ്രെയിൻ വെച്ചിട്ട് ഒരുപാട് റിസർച്ച് അവിടെ നടക്കുന്നതായിട്ട് നമ്മൾ പലപ്പോഴും വായിക്കാറുണ്ട്. അപ്പോൾ ഈ വക ഗവേഷണങ്ങളെ പറ്റിയിട്ടായിരിക്കും അന്ന് പുട്ടിനും അതെ അറിയാതെ ഓടിക്ക് പോയപ്പോൾ ആ മൈക്കിൽ വന്നത്. അത് അന്ന് നമ്മൾ ചർച്ച ചെയ്തിരുന്നു അല്ലേ. അപ്പോൾ അത് നമ്മളല്ല, ഞാനും സിനുവും കൂടെ ചർച്ച ചെയ്തു. അതെ, അപ്പോൾ നമ്മളിവിടെ വീഡിയോ ചെയ്തിരുന്നല്ലോ. അപ്പോൾ ആ കാര്യങ്ങൾ അവർ ഒരുപാട്, ഞങ്ങളിവിടെ ഇത്തരം മുമ്പ് റഷ്യയിൽ ഇതുപോലത്തെ സോവിയറ്റ് യൂണിയൻ ഉണ്ടായിരുന്ന കാലത്ത് അവിടെയും പാർട്ടി ഭരണമായതുകൊണ്ട് പല ഗവേഷണങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. ഇപ്പോഴും എന്തൊക്കെ നടക്കുന്നുണ്ട് പുട്ടിൻ വിചാരിച്ച അതിനപ്പുറത്തൊന്നുമില്ല അവിടെ. അതെ, പലതരം ജീവികളെ വെച്ചിട്ട് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. കുരങ്ങുകളെ വെച്ചിട്ട് ഒരുപാട് ബ്രെയിൻ സർജറി, ബ്രെയിൻ ഗവേഷണങ്ങൾ ചൈനയിൽ നടക്കുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. ആ കൂട്ടത്തിലാണ് ഇപ്പോൾ പന്നിയുടെ ഒരു വിജയകരമായ, പന്നിയുടെ ഹൃദയം മുമ്പ് മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ മതപരമായി മോശമായി കാണേണ്ട ഒരു ജീവിയല്ല പന്നി എന്നുള്ള അവസ്ഥയിലേക്ക് ശാസ്ത്രം നമ്മളെ കൊണ്ടെത്തിക്കുന്നു. ബർണർ ഷാ പറഞ്ഞിട്ടുണ്ട് പന്നിയായിട്ട് ഗുസ്തി പിടിക്കരുത്. അതെ, നിങ്ങളുടെ ശരീരം മുഴുവൻ അഴുക്കാവും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.